ഇന്നലെ മഴയത്ത് മുളച്ച തകര പോലെയല്ല ഷൗക്കത്ത്. നിലമ്പൂർ മണ്ണിന്റെ മണവും വളക്കൂറും അറിഞ്ഞു വളർന്നവനാണ്. ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റായി, ഏറ്റവും മികച്ച മുനിസിപ്പൽ ചെയർമാനായി. അങ്ങനെ മാറിയ ഒരാൾക്ക് എന്തുകൊണ്ടും നിലമ്പൂർ MLA ആകാനുള്ള യോഗ്യത ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഷൗക്കത്ത് പറയുന്ന ഒരു വാക്കുണ്ട്: എന്നെ ജയിപ്പിച്ചാൽ ഞാൻ എവിടെയും പോകില്ല എന്ന്. അതെ, നിലമ്പൂർ ഷൗക്കത്തിനോളം ചേരുന്ന മറ്റാരുമില്ല. പ്രിയങ്കയെത്തി പ്രചാരണം കൊഴുപ്പിക്കുന്ന വേളയിലാണ് ഷൗക്കത്തിന്റെ ആ വാക്കുകൾ. ആ വീഡിയോയിലേക്ക് പോകാം. സഹോദരിമാരെ, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നിങ്ങൾക്കൊരു വാഗ്ദാനം എനിക്ക് തരാനുണ്ട്. ആ വാഗ്ദാനം മറ്റൊന്നുമല്ല. എന്നെ നിങ്ങൾ വിജയിപ്പിച്ചയച്ചാൽ എന്നും നിങ്ങളുടെ ഒരു മകനായി, നിങ്ങളുടെ സഹോദരനായി, നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായി ആര്യാടൻ ഷൗക്കത്ത് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയട്ടെ, എന്നെ ജയിപ്പിച്ചയച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് എവിടെയും പോകില്ല എന്ന് ഞാൻ ഉറപ്പു തരാം. എന്നെ ജയിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾക്കൊരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പു തരാം. എന്റെ പിതാവിനെ 4 പതിറ്റാണ്ടോളം കാലം സ്നേഹിക്കുകയും ആശ്ലേഷിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ. നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും എന്റെ കുടുംബം ഏറെ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കൊരുമിച്ച് കൈകോർത്തുകൊണ്ട് ഒരു നല്ല നിലമ്പൂരിനായി നമുക്കൊരുമിച്ച് നിൽക്കാം. എന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്റെ ചിഹ്നം കൈപ്പത്തി അടയാളത്തിൽ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങളുടെ വോട്ട് മാത്രം പോരാ, നിങ്ങളുടെ പ്രാർത്ഥന കൂടി ഉണ്ടാവണം. ഞാൻ ഏറ്റവും ഇതുപോലൊരു ഭാഗ്യം എനിക്ക് ലഭിക്കാനുള്ള പ്രിയങ്കാജി തന്നെ നേരിട്ട് വന്ന് എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ പാർട്ടി എനിക്ക് തന്നത്. ഈ പാർട്ടിയോട് ഞാൻ അത്രമാത്രം കടപ്പെട്ടിരിക്കും എന്റെ ജീവിതം മുഴുവൻ. അതുപോലെ 2 കടപ്പാട്: നിലമ്പൂരിലെ നിങ്ങളോടുള്ള കടപ്പാട്, അതുപോലെ തന്നെ എന്റെ പാർട്ടിയോടുള്ള കടപ്പാട്. അത് ഞാൻ ഈ മണ്ണിൽ ജനിച്ചു, നിങ്ങളുടെ കൂടെ ജീവിച്ചു. എന്റെ അവസാന ശ്വാസം വരെ ഞാനൊരു നിലമ്പൂരുകാരനായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയങ്കാജിയാണ്. നിങ്ങൾക്കറിയാം, UDF സംവിധാനം എന്നും ഈ മൂത്തേടം എന്ന് പറയുന്ന പഞ്ചായത്ത് എന്നും അതിന് അതിശക്തമായ പിന്തുണ നൽകിയ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഭൂരിപക്ഷം പ്രിയങ്കാജിക്ക് നമ്മൾ 65,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂര് കൊടുത്തത്. നിലമ്പൂർ വണ്ടൂര് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നമ്മളാണ് കൊടുത്തത്. നിലമ്പൂര് UDFന്റെ ശക്തി കേന്ദ്രമാണ്. ആ UDFന് എന്നും ഞാനും കടപ്പെട്ടിരിക്കും എന്ന് മാത്രം പറയുന്നു. നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കാജിയെ ക്ഷണിക്കുന്നു.